ഗുഡ് മോർണിംഗ്. തലേന്ന് തന്നെ 2 പ്ലാനൊക്കെ എടുത്തു വെച്ചിരിക്കും രാവിലെ പ്രയോഗിക്കാനായിട്ട്. അങ്ങനെ പ്ലാൻ എയും ബിയും തയ്യാറായി വെച്ചിട്ടുണ്ട്. പ്ലാൻ എ പ്രകാരം ഇന്ന് ഇടിയപ്പവും കിഴങ്ങറിയും ഉണ്ടാക്കാനായിരുന്നുവെങ്കിലും രാവിലത്തെ തിരക്ക് കാരണം അത് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ പ്ലാൻ ബിയിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഇത് നന്ദൂട്ടനുള്ള അങ്ങനെ പ്ലാൻ ബി ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പിലാണ്. തേങ്ങാ ചമ്മന്തിയും ഒരു മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ദോശയും തേങ്ങാ ചമ്മന്തിയും മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ കാര്യം ഒക്കെ ആയി. ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യം നോക്കണം. സ്ഥിരമായി ഇവിടെ കുറച്ച് ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് കൊച്ചുമത്തിയായിരുന്നു. കൊച്ചുമത്തി പല വിധത്തിൽ പല രൂപത്തിൽ ഉണ്ടാക്കി ഞാൻ മടുത്തു. ഏതായാലും ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് വറ്റയാണ്. അപ്പോൾ വറ്റ വെട്ടി കൂട്ടാൻ വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വറ്റ കൂട്ടാനും റെഡിയായിരിക്കുകയാണ്. മീൻ കുറച്ച് പുരട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിന് ശേഷം ഞാനിവിടെ മീൻ വാട്ടിയിട്ടാണ് വറക്കാറുള്ളത്. പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ തട്ടിക്കൂട്ടാന്ന് കരുതി. പൈനാപ്പിൾ ചെത്തിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട് അത് ഞാനൊരു പുളിശ്ശേരിയും കൂടെ ആക്കിയിട്ടുണ്ടേ. അപ്പം ഇന്ന് ശരത്തും കൂടെ ഉള്ളതുകൊണ്ട് ഒരു മുട്ടയും കൂടെ പൊരിച്ചേക്കാമെന്നും കരുതി ഞങ്ങൾ 3-4 പേർക്കുള്ള മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ട പൊരിച്ചതും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ഉച്ചയൂണ് പരിപാടി അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.